എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം കല്യാണത്തിന് പോകാനായിട്ട് നയന രാവിലെ റെഡിയായി. എഴുന്നേറ്റിട്ടില്ല. ആ സമയത്ത് 7 മണിയാട്ടോ എഴുന്നേറ്റിട്ടില്ല. ആദർശ 8 മണിയാകുമ്പോൾ ഇവർക്ക് പോകണം. അപ്പം നയന ആദർശിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുവാണ്. അന്നേരം അയ്യോ സമയം എന്നായി, നീ അനിയെ വിളിച്ചോ എന്ന് ചോദിക്കും. അന്നേരം അനിയെ വിളിച്ചില്ല, ഞാൻ ആദർശേട്ടൻ പോയി വിളിക്കുക അവനെ എന്ന് പറയും. അന്നേരം പറയും അവനെല്ലായിരുന്നു ആദ്യം വിളിക്കേണ്ടത്, അവനിപ്പം രാവിലെ എഴുന്നേറ്റ് വല്ലയിടത്തേക്കും പോയോ ആവോ ആർക്കറിയാമെന്ന് പറഞ്ഞിട്ട് ആദർശ പെട്ടെന്ന് അനിയുടെ അടുത്തേക്ക് വരുവാണ്. അനി കിടന്ന് നല്ല ഉറക്കമാട്ടോ. അന്നേരം ആദർശം ഒന്ന് വിളിക്കും, എടാ അനി എഴുന്നേക്കടാ എന്ന് പറയുന്നതെങ്കിലും പോയേട്ടാ ഞാൻ കുറച്ച് നേരം ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്നാ പറയുന്നത്. അന്നേരം ആദർശം പറയുന്നുണ്ട്, നീ എന്നത് ഈ പറയുന്നത്, ഇന്നാണ് നിൻ്റെ വിവാഹം എന്ന് പറയുമ്പോൾ അയ്യോ അത് ഇന്നായിരുന്നോ, ഞാനങ്ങ് മറന്നുപോയി എന്ന് പറയും. അന്നേരം ആദർശം പറയുന്നുണ്ട്, അതെങ്ങനെയോ ഓർമ്മ കാണുന്നത്, ഇന്നലെ നല്ല വെളിവോട് കൂടിയാണല്ലോ നീ എല്ലാം ഒപ്പിച്ച് വെച്ചത്, എന്താണ് നിനക്ക് പറ്റിയത്, നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനോട് പറയണ്ടായിരുന്നോ, ഏട്ടൻ നിൻ്റെ കൂടെ നിൽക്കില്ലായിരുന്നോ, നയന പോലും എന്നോട് ഇന്നലെയാ പറഞ്ഞത്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ എന്ന് ആദർശം പറയും കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ ആദർശം പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും അവസാന ശ്രമം നടത്തി നോക്കാം എന്ന രീതിയിൽ ഞാൻ ഇന്നലെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്, പക്ഷേ അവസാനം ഇളയമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കി, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് ആദർശ് പറയുക. എന്തെങ്കിലും അനി പറയുന്നുണ്ട്, ഏട്ടാ എനിക്കെല്ലാം ഏട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല, നയനേടത്തെ കുറ്റപ്പെടുത്തേണ്ട, നയനേടത്തെയും ആകെ കൺഫ്യൂഷനിലായിപ്പോയി, പിന്നെ നിങ്ങൾ ആ സമയത്തൊന്നും അത്ര സ്നേഹത്തിലല്ലായിരുന്നു, അഭിയുടെ ജീവിതം ആകെ താറുമാറായി കിടക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാര്യം കൂടെ പറഞ്ഞാൽ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നീ എന്താ അങ്ങനെയൊക്കെ ചിന്തിച്ചേ, എൻ്റെ ജീവിതത്തിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാധാന്യം നൽകുന്നത് നിൻ്റെ ജീവിതത്തിനാണ്, നിൻ്റെ സന്തോഷത്തിനൊപ്പം ഞാൻ നിൽക്കില്ലായിരുന്നോ, നിൻ്റെയും നന്ദുവിൻ്റെയും വിവാഹം ഞാൻ നടത്തി തരില്ലായിരുന്നോ, മുത്തശ്ശൻ ചിലപ്പം എതിർത്തേനെ, പക്ഷേ നമുക്ക് എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാമായിരുന്നു, പക്ഷേ ഈ അവസാന നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചില്ലേ, സാരമില്ല, ഇനി അതൊക്കെ അങ്ങ് മറക്ക്, ഏതായാലും ഇന്ന് വിവാഹമല്ലേ, നീ പോയി റെഡിയായിട്ട് വാ എന്ന് പറയും. അന്നേരവും ആകെ വിഷമത്തിലാണ് അനി. ഏതായാലും ആദർശിനോട് പറയാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം വേറെ ഉണ്ടാകും എനിക്ക്, ഇങ്ങനെ ഒരു അഭിപ്രായം ആദർശ് പറഞ്ഞു കഴിയുമ്പം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ, വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ. അന്നേരം നന്ദുവിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു ജാനകി നേരെ നന്ദുവിൻ്റെ അടുത്തോട്ട് വരും. എന്നിട്ട് ചോദിക്കും, ഓ നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് വിവാഹത്തിൻ്റെ അന്ന് വന്നാൽ മതിയെന്ന്, എന്നിട്ട് നീ തലേ ദിവസം വരികയും ചെയ്തു, ഈ അലമ്പെല്ലാം ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, അതൊന്നും ഞാൻ കാരണം ഉണ്ടായതൊന്നും അല്ല, എനിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ഓ അറിവൊന്നും ഇല്ല പോലും, ഇന്നലെ എൻ്റെ മോൻ്റെ മുഖത്ത് ആദർശിൻ്റെ 5 വിരലാണ് പതിഞ്ഞത്, അതെന്തുകൊണ്ടാണ് ഏട്ടന് അനിയനെ തല്ലേണ്ടി വന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരികയില്ലേ, അതൊക്കെ ആയിരിക്കുമല്ലോ നിൻ്റെയൊക്കെ ഉദ്ദേശം, മിക്കവാറും നിൻ്റെ ചേച്ചിയും നീയും കൂടി ആയിരിക്കും അവനെ ഇങ്ങനെ കുടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചത് അല്ലേ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, വിവാഹം നടക്കുന്ന മണ്ഡപത്തിലേക്ക് പോലും നീ വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം, കാരണം എൻ്റെ അനാമിക മോൾ അങ്ങോട്ട് വരുമ്പം നിന്നെ അവിടെ കാണുന്നത് അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നെ നിൻ്റെ 2 ചേച്ചിമാർ ഇവിടുത്തെ മരുമക്കളായതുകൊണ്ട് നിനക്ക് അങ്ങോട്ട് വരാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ വരരുത് എന്ന്, പിന്നെ നിനക്കൊന്നും നാണമില്ലാത്തത് കൊണ്ട് വരരുത് എന്ന് പറഞ്ഞാലും നീയൊക്കെ വരും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അത് പറയുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിൻ്റെ ചേച്ചി അവളെ ഉണ്ടല്ലോ ഞാൻ കൈവെള്ളയെ കൊണ്ട് നടന്നതാണ്, പക്ഷേ ഇത്രയും അസൂയയും കുശുമ്പും പിടിച്ച ഒരുത്തിയാണ് അവൾ എന്ന് എനിക്കറിഞ്ഞില്ല, ഇനി ഒരിക്കലും ഞാൻ അവളെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയും. അപ്പം നന്ദു പറയുന്നുണ്ട്, ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ നയനേച്ചി അങ്ങനെയൊന്നും പറയരുത്, നയനേച്ചി ഈ വീടിൻ്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയും. അന്നേരം പറയും, ഓടി എനിക്ക് നന്നായിട്ടറിയാം, 3 എണ്ണത്തിനും ഈ വീട്ടിലെ അനന്തപുരിയിലെ മരുമക്കളാകണമെന്നായിരുന്നു ആഗ്രഹം, അത്യാഗ്രഹമാകാം, അത് ഒരുപാടങ്ങ് കൂടിയ കൊള്ളിയല്ലോ, അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കയറ്റിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല, അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ, വിവാഹത്തിന് നീ വരുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ നാണമില്ലാത്തതുകൊണ്ട് വരുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കാവുന്നതിൻ്റെ മാക്സിമം അപമാനിച്ചിട്ട് ജാനകി അകത്തോട്ട് കയറി പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. നവ്യ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജലജയും അഭിയും കൂടെ വരുന്നുണ്ട്. അന്നേരം നവ്യ ചോദിക്കും, എങ്ങനെയുണ്ട് എൻ്റെ സാരി എന്ന്. അന്നേരം അഭി പറയുന്നുണ്ട്, സാരി കൊള്ളാം, പക്ഷെ ഉടുത്ത ആളാണ് കൊള്ളില്ലാത്തത് എന്ന് പറയും. അന്നേരം അഭി പറയും, ഓഹോ അങ്ങനെയാണോ, എങ്കിലേ മോനും അമ്മയും കൂടി എൻ്റെ ഈ പ്ലീറ്റ് ഒന്ന് നേരെ ഇടുക എന്ന് പറയും. അന്നേരം എനിക്കറിയത്തില്ലാത്ത പണി ഏതൊക്കെ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയും. അന്നേരം നീ ചെയ്യും എന്ന് പറയുന്നതെങ്കിൽ ജലജ പറയുന്നുണ്ട്, ഓ ഇനി അതിൻ്റെ പേര് അലമ്പുണ്ടാക്കണ്ട, ഞാൻ അങ്ങ് ചെയ്ത് തന്നേക്കാം എന്ന് പറയും. അന്നേരം പ്ലേറ്റൊക്കെ പിടിച്ചിട്ട് കൊടുക്കുക കേട്ടോ ജലജ. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾ കല്യാണ മണ്ഡപത്തിൽ വന്നതിന് ശേഷവും ചിലപ്പം ആദർശേട്ടൻ്റെ അമ്മ ഞങ്ങളെ കളിയാക്കോ കുത്തിപ്പറിയോ ഒക്കെ ചെയ്തെന്നിരിക്കും, അതിൻ്റെ കൂടെ നിങ്ങൾ കൂടാൻ നിൽക്കണ്ട, കേട്ടോണ്ട് നിന്നാൽ മതി എന്ന് പറയുക. അന്നേരം അഭി ചോദിക്കും, നീ അവസരം മുതലാക്കുവാണോ, ഒരു കാര്യം നീ ഓർത്ത് വെച്ചേരെ, ഇന്ന് അനി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വരുമ്പോൾ അവളുടെ സ്വർണ്ണമൊക്കെ നോക്കി വെച്ചോ, അതുപോലെ ഒരു കുടുംബത്തിൽ നിന്നാണ്
അതുകൊണ്ടാണ് അവൾ ഈ വീട്ടിലോട്ട് വന്ന് കയറുന്നത്, അങ്ങനെ വേണം അനന്തപുരിയിലേക്ക് വരാൻ എന്ന് പറയുവാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ അച്ഛനും അമ്മയും നിനക്ക് തന്നത് തന്നെ കൂടുതലാണ്, അതിന് കാരണമുണ്ട്, നീ ഈ പറയുന്ന നിനക്ക് എന്ത് അഡ്രസ്സാണ് ഉള്ളത് എന്ന് ചോദിക്കും. അതൊക്കെ ഒരു ഞെട്ടലാട്ടോ അബിക്ക്. അന്നേരം പറയുന്നുണ്ട്, അങ്ങനെ യാതൊരു അഡ്രസ്സും ഇല്ലാത്തവർക്ക് ഇതൊക്കെ തന്നെ കൂടുതലാണെന്ന് പറയുക. എന്നിട്ട് നവ്യ പ്ലേറ്റൊക്കെ നേരിട്ടല്ലോ, കയ്യെ വളയൊക്കെ ഇടാനായിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അതെ നീ ഒരുപാടങ്ങ് നെഗളിക്കേണ്ട, അനന്തപുരിയുടെ പടി കടന്ന് വരാൻ യാതൊരു അർഹതയില്ലാത്തവരാണ് നിങ്ങൾ, എന്നിട്ടും ഇതിൻ്റെ അകത്ത് കയറി പറ്റിയില്ലേ എന്ന് ചോദിക്കും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ മരുമക്കളായിട്ടാണ്, അതുപോലും ഇല്ലാണ്ട് ഈ വീട്ടിൽ വെറുതെ സ്ഥാനം കൊടുത്തിട്ടുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും വേറെ പലർക്കും, അതും എനിക്കറിയാം, അതുകൊണ്ട് ഒരുപാട് എന്നോട് ഇങ്ങോട്ട് പറയാൻ വരരുത്, എൻ്റെ വായിന്ന് വല്ലതും കേൾക്കുമെന്ന് പറയും. അധികം ജലജയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജലജ പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കല്യാണ വീട് കുരുക്ഷേത്രമാവും, ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോയി കഴിയുമ്പം അഭി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നത്തിൻ്റെ സുഖേടാണ്, നീ ആവശ്യമില്ലാത്ത എന്തിനാ അമ്മയെ ചൊറിയാൻ പോകുന്നത്, ഏതായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ലയോ എന്നൊക്കെ ഞാൻ പറയാം, പിന്നെ ഈ വീട്ടിലോട്ട് കയറി വരുന്നത് ഏത് തലയെടുപ്പുള്ളവളാണെങ്കിലും മര്യാദയ്ക്ക് നിന്ന് അവൾക്ക് കൊള്ളാം, എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ ഞാൻ തിരിച്ചടിച്ചിരിക്കും എന്ന് പറയുവാണ് നവ്യ. അത് കഴിഞ്ഞ് പോയി മാലയൊക്കെ ഇട്ട് റെഡിയാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നന്നായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അനന്തപുരിക്ക് ചേരുന്ന ഒരു മരുമകളാണെന്ന് എല്ലാവരും പറയും, അതുകൊണ്ടാണല്ലോ നീ എന്നെ സ്നേഹിച്ചത്, നീ മാത്രമല്ല ആദർശേട്ടൻ പോലും ആദ്യ കാഴ്ചയിൽ എന്നെയാണ് സ്നേഹിച്ചത്, അതും നീ മറക്കണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര പുച്ഛമാട്ടോ അബിയുടെ മുഖത്ത്. പിന്നെ കാണിക്കുന്ന അനാമികയാണ്. അനാമിക രാവിലെ കല്യാണത്തിന് വരാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. അന്നേരം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനാമികയുടെ അമ്മ. എന്നിട്ട് പറയും, മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുവാണ്, ആ ഉപേന്ദ്രൻ ഇപ്പം 2-3 തവണ വിളിച്ചു, ആകെ ടെൻഷനിൽ അച്ഛൻ ഫോൺ എടുത്തില്ല എന്ന് പറയും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ അമ്മേ എന്നിങ്ങനെ അനാമിക ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഏതായാലും മൂർത്തി സാറിൻ്റെ കൊച്ചുമോൻ്റെ വിവാഹമല്ലേ, അവിടെ വന്ന് അലമ്പുണ്ടാക്കാനുള്ള ധൈര്യമൊന്നും അയാൾക്കുണ്ടാകുകയില്ല എന്ന ധൈര്യത്തിൽ അച്ഛൻ മോളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് കരുതിയിരുന്നേരെ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോകും. ആകെ ഒരു ചെറിയ ടെൻഷനുണ്ട് അനാമികയ്ക്ക് അന്നേരം. പിന്നെ കാണിക്കുന്ന അനിയാണ്. അനി കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് കൂട്ടുകാരുണ്ട് കൂടെ, അതുപോലെ നമ്മുടെ നന്ദു ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൂട്ടുകാർ പറയാം, എടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ചെറിയൊരു ചമ്മലോട് കൂടിയാണ്, ഇന്നലെ നീ ഞങ്ങളെ നാണം കെടുത്തി കളഞ്ഞല്ലോ എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, അതിന് നിങ്ങൾ എന്തിനാണ് നാണം കെടുന്നത്, അത് എന്നെ മാത്രം ബാധിക്കുന്ന, എൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് ഞാൻ ചെയ്തതാണല്ലോ എന്ന് പറയും. അന്നേരം നന്ദു പറയും, ഇതിലെല്ലാവരും കുറ്റക്കാർ തന്നെയാണ്, ഇന്ന് വിവാഹമാണെന്ന് അറിയാമായിരുന്നല്ലോ, അന്നേരം ഇതുപോലുള്ള പരിപാടിക്കൊന്നും പോകരുതായിരുന്നു എന്ന് നന്ദു പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്ക് അങ്ങോട്ട് ജാനകി വരും. ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നന്ദു അവിടെ നിൽക്കുന്നത്. അന്നേരം ജാനകി പറയുന്നുണ്ട്, നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ, മിക്കവാറും ഇവിടെ കാണുമെന്ന് എനിക്ക് തോന്നി, ഇവിടെ ആണുങ്ങളല്ലേ ഒരുങ്ങുന്നത്, ഈ സ്ഥലത്ത് നിൽക്കേണ്ട ആവശ്യം നിനക്കെന്താ, ഇറങ്ങിപ്പോടി ഇതിൻ്റെ അകത്തുനിന്ന് എന്ന് പറയും. അന്തേക്കും അനുയോഗിക്കും, അമ്മ എന്താ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ്. അന്നേരം പറയും, ഞാൻ ഈ രീതി തന്നെ സംസാരിക്കും, ഇവളോട് ഞാൻ പറഞ്ഞതാണ് നിൻ്റെ അടുത്തോട്ട് വരരുതെന്ന്, എന്നിട്ടും അവൾ വന്ന് പറ്റിച്ചേർന്ന് നിന്നേക്കുന്നു, എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പ്രത്യേകിച്ച് എൻ്റെ അനാമിക മോൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം അവളുടെ ഇവൻ്റെ അടുത്തേക്ക് പോലും നീ വന്നേക്കരുത്, അതുകൊണ്ട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് നാണം കെടുത്തി ഇറക്കി വിടുക കേട്ടോ. അന്നേരം കൂട്ടുകാരോട് പറയുന്നുണ്ട്, മിക്കവാറും ഇവളുടെ ചേച്ചിയും കൂടി ആയിരിക്കുമല്ലേ നിങ്ങളോട് പറഞ്ഞത് ഇവനെ കുടിപ്പിക്കാൻ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, അമ്മ ആവശ്യമില്ലാത്ത പറയരുത്, ഞാൻ തന്നെ ചെയ്ത കാര്യത്തിന് അവരെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയും. അന്നേരം പറയും, ഞാൻ ഇവരെ കുറ്റപ്പെടുത്തിയൊന്നുമില്ല, ഇവളുടെ ചേച്ചിയുടെയും കാര്യം ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കണ്ടു നിൽക്കാൻ പറ്റാതെ നന്ദു അങ്ങോട്ട് ഇറങ്ങിപ്പോയല്ലോ. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ ചെയ്ത തെറ്റിന് അമ്മ എന്തിനീ ഈ നന്ദുവിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം വിഷമിപ്പിക്കൂടെ, നല്ല രീതിയിൽ വിഷമിപ്പിക്കും, അതിൻ്റെ പേരിൽ അവൾ വിവാഹം കൂടാതെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് കയറി വരുന്ന എൻ്റെ മരുമകൾ ഒരു പാവമാണ്, അവളെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് ജാനകി പോയി കഴിയുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വരുവാണ് എനിക്ക്. അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട്, ഞങ്ങളെ പറഞ്ഞത് പോട്ടെ, ആ നന്ദുവിനെ ഇങ്ങനെ വിഷമിപ്പിക്കണ്ടായിരുന്നു നിൻ്റെ അമ്മ എന്ന് പറയും. അന്നേരം അനി പറയും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ഇവിടുന്ന് അങ്ങ് ഓടിപ്പോയാലോ എന്ന് എനിക്ക് തോന്നുക, വിവാഹം നടക്കിയല്ലോ അന്നേരം എന്നിങ്ങനെ പറയുന്നുണ്ട് അനി. എനിക്ക് ആകെ സങ്കടമാണ്. പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നയന പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം അങ്ങോട്ടേക്ക് നന്ദു വിഷമിച്ച് വരും. അന്നേരം എന്താ മോളെ, എന്ത് പറ്റി, നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം അനിയുടെ അമ്മ എന്നെ ഇന്നും വഴക്ക് പറഞ്ഞു, എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ വിവാഹത്തിന് വരണോ എന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും, മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഏതായാലും ഇന്നത്തോടു കൂടി എല്ലാം തീരുമല്ലോ, ഈ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾ അനിയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്, അവരുടെ സംശയം കൂട്ടുകയും ചെയ്യരുത്, അങ്ങനെ ഈ പ്രശ്നം ഇവിടെ തീർന്നോളും, എൻ്റെ മോൾക്ക് മനസ്സിൽ വിഷമമൊന്നും തോന്നരുത് കേട്ടോ, ഞാൻ
പറഞ്ഞല്ലോ, വിവാഹം കഴിക്കുന്നത് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ തല്ലുകൂടാനല്ല. ഈ കാര്യങ്ങളെല്ലാം മോൾക്ക് പിന്നീട് മനസ്സിലാവും. എന്തായാലും മോള് പോയി റെഡിയായിട്ട് പോയെന്ന് പറയും. അതൊക്കെ നന്ദുവിന് ഭയങ്കര സങ്കടം. നന്ദു നയനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അന്നേരം അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ആദർശ് കയറി വരുന്നത്. അന്നേരത്തേക്കും ആദർശ് പറയുന്നുണ്ട്, നന്ദുവിൻ്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും. അന്നേരം നയന പറയും, ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട ആദർശേട്ടാ, ഏതായാലും ഈ വിവാഹം നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുവാണ്. അപ്പോഴും നന്ദുവിന് ഭയങ്കര സങ്കടമാണല്ലോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നന്ദു ഇനി അങ്ങോട്ട് എന്ത് ആവശ്യം വന്നാലും ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് എന്നോട് എല്ലാം തുറന്നു പറയാം. നന്ദുവിൻ്റെ എല്ലാ ആവശ്യത്തിനും ഒരു ഏട്ടനായി ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നേരം നയന പറയും, ഇവളാണെങ്കിൽ ഈ ഡ്രസ്സോട് കൂടി വിവാഹത്തിന് വരുമെന്ന് പറഞ്ഞിരിക്കുവാണ്. അനി ഒരു സാരി എടുത്ത് കൊടുത്തായിരുന്നു, അത് കൊടുത്തുകൊണ്ട് വാന്ന് ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല എന്ന് പറയും. ആദർശ് പറയുന്നുണ്ട്, അനി എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തു, ആ കൂടെയാണ് നന്ദുവിനും എടുത്തു തന്നത്, അതുകൊണ്ട് നന്ദു ആ സാരിയൊക്കെ കൊടുത്ത് നല്ല കുട്ടിയായിട്ട് വരാൻ നോക്കുക എന്ന് പറയും. അങ്ങനെ നന്ദു അവിടെ നിന്ന് പോവാട്ടോ. പോയി കഴിയുമ്പം ആദർശ് പറയുന്നുണ്ട്, ഇളയമ്മയുടെ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇളയമ്മ. എന്തുകൊണ്ട് അനിയയുടെ വിഷമം ഇളയമ്മ കാണാത്തത് എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അവന് 2 വിവാഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള അവൻ്റെ ജീവിതം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല എന്ന് പറയും. അപ്പം നയന പറയും, വിവാഹം കഴിയുമ്പം ഇതൊക്കെ മാറും ആദർശേട്ടാന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല, അവൻ്റെ ക്യാരക്ടർ വെച്ച് അങ്ങനെയൊന്നും അവൻ പെട്ടെന്ന് മാറില്ല എന്ന് ആദർശ് പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, ആ അനാമികയുടെ ക്യാരക്ടർ എനിക്കിപ്പോൾ എന്തോ അങ്ങ് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവളാണോ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയത്, എന്ന് വെച്ചാൽ ഇളയമ്മയുടെ സ്വഭാവം മാറ്റിയത് എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുവാണ്. കാരണം എനിക്ക് അത്യാവശ്യം ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് എപ്പോഴും അവളുടെ സ്വഭാവം ചീത്തയാണ് അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് അവന് മനസ്സിലാക്കി കാണും. അതുകൊണ്ടായിരിക്കും അവൻ ഇത്രത്തോളം അവളെ വെറുക്കുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ എനിക്ക് ഈ വിവാഹത്തിനും യാതൊരു താല്പര്യവുമില്ല. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ, എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് പറയും, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവൻ്റെ ജീവിതം നന്നായി പോയാൽ മതിയായിരുന്നു. എനിക്കത് എൻ്റെ അനിയൻ്റെ ജീവിതം അത് നശിച്ചു പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനെല്ലാം ഒരു ചെറിയ കാരണം നിന്നിലും ഉണ്ട് എന്നിങ്ങനെ പറയുക. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദുവിനോട് ഞാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, എന്നും അവൾക്ക് ഏട്ടനായി ഞാൻ കൂടെ തന്നെ കാണും എന്ന് പറഞ്ഞിട്ട് ആദർശ് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, അനാമികയുടെ ക്യാരക്ടർ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലോട്ട് വന്നു കഴിയുമ്പം എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നയന പറയും, ഏതായാലും ഒരു അനിയത്തിയെപ്പോലെ കണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുമ്പം ആദർശ് പറയും, അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായത്. അമ്മയെ സ്നേഹിക്കുന്നത് തെറ്റാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഇല്ല, പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ നമ്മളുടെ ജീവിതം നശിപ്പിക്കുമായിരുന്നു, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദർശ് പോകുന്നത്. ഏതായാലും എല്ലാം കൂടെ കേട്ട് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന നയനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.